ഇന്ന് നോമ്പ് 17 ബദരീങ്ങൾ ആണ്ടിൻ്റെ ദിവസം. അങ്ങനെ രണ്ടാമത്തെ 10 തീരാനായി. എന്തൊരു എളുപ്പത്തിലാണ് അതൊക്കെ പോണത് റബ്ബേ. 4-5 ദിവസമായിട്ട് ഇപ്പം അന്തിക്കാണ് കേട്ടോ പണി. ഏതായിട്ട് പണി കഴിഞ്ഞെന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ ഉച്ചക്ക് നീച്ചായിട്ട് ഞാൻ പത്തിരി ഇടാൻ വേണ്ടി ഒരുങ്ങിട്ടോ. താത്ത പത്തിരി പരത്തിയൊന്നും ചെയ്ത് ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് ചുട്ടും ചെയ്തിട്ടോ. അടുപ്പിനൊക്കെ ഒരു പൊന്തലിട്ട് എത്ര ഓതിയിട്ടും കത്തില്ലട്ടെ ഈ വെറുംകൊള്ളിയൊന്നും. ഒടുവിന് ഞാൻ പിന്നെ കുറേ മട്ടൽ ഓലോടി വെച്ചായിട്ട് നല്ല ഓടകൊല കൊണ്ട് ഊതി കത്തിച്ചിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പത്തിരി കല്ല് ചൂടായപ്പോൾ പിന്നെ പത്തിരി ഓരോന്നായിട്ട് അതിമൊക്കെ ഇറക്കി വെച്ചെടുത്തിട്ടോ. ഇന്നിപ്പം ബദരീങ്ങളാണല്ലായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എല്ലാ പേരെയൊന്നും കുറച്ച് പത്തിരി മദ്രസ്ക്ക് കൊണ്ടുപോയെടുക്കുമല്ലോ. ഇവിടെയൊക്കെ പത്തിരിയാണ് കേട്ടോ കൊണ്ടുപോയെടുക്കല്. ചിലയിടത്തൊക്കെ ബിരിയാണി ആയി വരും, ചിലയിടത്ത് ഇറച്ചി കൊടുക്കലാണ്. അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഏതായിട്ടും പത്തിരിയാണ് കൊടുക്കല്. അങ്ങനെ നമ്മളെ പത്തിരിയൊക്കെ നല്ല മുടായി ഇതേപോലെ പൊള്ളി പൊന്തി വന്നിട്ടോ. ചുടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്മ ഔത്തുനിന്ന് ഞമ്മക്ക് ചാക്കാക്കി വന്നിട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മദ്രസ്ക്ക്. അങ്ങനെ ഞാൻ പത്തിരി കെട്ടുമൊക്കെ ആയിട്ട് പെരേന്ന് ഇറങ്ങിയപ്പോൾ എളാപ്പൻ ഉണ്ട് കേട്ടോ വണ്ടിമേ പോകണം. അപ്പോൾ ഞാൻ എളാപ്പൻ്റെ ബേത്തല കയറി കൂടിട്ടോ. അങ്ങനെ ഞങ്ങൾ മദ്രസിൻ്റെ മുറ്റത്ത് എത്തിട്ടോ. അവിടെ മൗലൂദും ദിക്റുമൊക്കെ ഇങ്ങനെ തുടങ്ങലെടുത്തണുള്ളൂ കേട്ടോ. ഞാൻ ഏതായിട്ടും കൊണ്ടുവന്ന പത്തിരി അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടെടുത്തിട്ടോ. കുറേ പേരെന്ന് ഓരോരുത്തർ കൊണ്ടുവന്ന് ഇതേപോലെ അങ്ങനെ ഇട്ടെടുത്തതിന് കേട്ടോ. അവിടെ അതിൽ ഗോതമ്പ് പത്തിരി ഉണ്ട്, നെല്ലുതൈരിൻ്റെ പത്തിരി ഉണ്ട്, സാധാ അരിപ്പൊടിൻ്റെ പത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മദ്രസത്തെ റിസൾട്ട് നോക്കിട്ടോ ജയിച്ചേനോ തോറ്റേനോ എന്നൊക്കെ. പിന്നെ നേരെ പള്ളീൻ്റെ അകത്ത് കയറി പോയിട്ടോ. അവിടെ മൗലൂദ് ഉണ്ടായിന്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചാലും ദ്വാരക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ മദ്രസ്ക്ക് ഇറങ്ങി പോന്നിട്ടോ. മദ്രസ്ന്നാണെങ്കിൽ ലൈലമ്പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അൽബിയാക്കാണ് കേട്ടോ. നമുക്ക് എല്ലാ കൊല്ലവും ലൈലമ്പുളിക്ക് നേതൃത്വം നൽകൽ. ഈ കൊല്ലം അൽബിയാക്ക തന്നെ കേട്ടോ. ആദ്യം തന്നെ പയറും പിന്നെ കുറച്ച് കോഴിക്കളും ഒക്കെ ഉണ്ടായിട്ടോ. ഫുള്ള് പുകൻ കോഴിക്കളാണ്. ഒരു മട്ടക്കോഴി ഉണ്ടെങ്കിൽ ഞാനും വിളിച്ചാന്നൊക്കെ വിചാരിച്ചതിന് കേട്ടോ. പിന്നെ ലൈലം വിളിച്ചാൻ വേണ്ടിയിട്ട് വലിയ 2 കൂറ്റനാടുകൾ ഉണ്ടായിട്ടോ. മുട്ടൻ കൂറ്റനാടുകളാണ്. അതിനൊക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ലൈലം വിളിച്ചാട്ടായിട്ട് ഞങ്ങളെ പെരേക്ക് തന്നെ കൊണ്ടുപോയിട്ടോ. ഒരു വട്ടം 3 വട്ടം അരട്ട്. ആടുകളെ വാങ്ങിയവരൊക്കെ പിന്നെ ഐറ്റങ്ങളെയും കൊണ്ട് വേഗം പോലെടുത്തിട്ടോ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ. ഒടുവിന് പിന്നെ ബായ്ക്കൊലിയും ലൈലം വിളിച്ച് ലൈലമ്പുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പത്തിരിയും ഇറച്ചിയും കൊടുക്കലെടുത്തിട്ടോ. പിന്നെ എല്ലാവരും അയിമക്ക് തിരിഞ്ഞ് കുട്ടികളൊക്കെ ഇപ്പം ഭയങ്കര ഊറ്റത്തിലാണ് കേട്ടോ. അയറ്റൊക്കെ ഇപ്പോൾ 5-6 പൊതിയായിട്ട് കാണുമ്പോൾ അയറ്റങ്ങളെ മോന്തമലുള്ളൊരു പൊലിവായി. അങ്ങനെ എൻ്റെ ടോക്കണും പാത്രമൊക്കെ ആയിട്ട് ഞാനും അവിടെ വരിയിൽ നിന്നിട്ടോ. നല്ല നീണ്ട വരി കേട്ടത്. ഏതായിട്ടും എല്ലാവരും വാങ്ങാൻ വരും ചെയ്യും. കാരണം ബദരീങ്ങളാണ്ടിൻ്റെ ആയതുകൊണ്ട് നമുക്ക് നല്ല ബർക്കത്തിനും വേണ്ടിയാട്ടെ. അങ്ങനെ കുറച്ച് നേരം കാത്തുനിന്ന് ഞാനും എത്തിട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് മുന്നിൽ. പിന്നെ ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഞമ്മക്കുള്ള പൊതിയും തന്നിട്ടോ. ഞാൻ പാത്രം കൊടുത്തപ്പോൾ ഒരു പിന്നെ ഒരു ഉറയിലാക്കി തന്നിട്ടോ. ഏതായിട്ടും ഞാൻ ആ ഉറ പാത്രത്തിൻ്റെ ഉള്ളിലാക്കി പിന്നെ നേരെ പെരേക്ക് പോന്നേ. ഇങ്ങോട്ട് പോരുമ്പോൾ എളാപ്പൻ്റെ കുട്ടീൻ്റെ ബേത്തല കയറി കൂടിട്ടോ. ഓൻ്റെ ആണെങ്കിൽ ഒരു മുക്കൊക്കെയുള്ള ഫുള്ള് പൊതി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും പൊതി മുറുക്കി പിടിച്ചായിട്ട് പെരയിലെത്തിട്ടോ. പിന്നെ ഞാൻ പാത്രം നേരെ ഔത്ത് കൊണ്ടുവച്ചിട്ടോ. മഗ്‌രിബാങ്ക് കൊടുക്കാൻ നേരമായപ്പോഴത്തേനും പിന്നെ നമ്മൾ ഇറച്ചി ചാറൊക്കെ നല്ലോണം ചൂടാക്കി വെച്ചാട്ട് ഇതാ ടേബിൾ മേ കൊണ്ടുവച്ചിട്ടമ്മ. നല്ല ബർക്കത്തുള്ള പോത്തിറച്ചിൻ്റെ ചാറും പത്തിരിയും ഉണ്ടായിട്ടോ. ബദരീങ്ങളാണ്ടിന് കിട്ടിയ ഏതായിട്ടും എന്നൊരു 3 പത്തിരി എടുത്തായിട്ട് ഞാനും തിന്നു നോക്കിട്ടോ. കുറച്ച് ചാറും പറഞ്ഞിട്ടോ. നമുക്ക് പന്തിക്ക് പണി ആയതുകൊണ്ട് അധികം ചെറിച്ച് കളിച്ച് തിന്ന് ഉത്തിരിക്കാൻ നേരമല്ല കേട്ടോ. വേഗം പോണത് തീറ്റി കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇറച്ചി കൂട്ടി നോക്കിട്ടോ. എങ്ങനെ ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട്. ബദരീങ്ങളാണ്ടിൻ്റെതായതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടായതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് വേഗം പണിക്ക് പോയിട്ടോ.